അധ്യായം 11. സൗഹൃദ സങ്കീർത്തനം പാടുന്ന അൾത്താരകൾ. പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് മുമ്പ് കേരളത്തിലെ ക്രൈസ്തവരുടെ ദേവാലയങ്ങളും അൾത്താരകളും നിർമ്മിച്ചിരുന്നത് പേർഷ്യൻ രീതിയും ഹൈന്ദവ രീതിയും ഇണങ്ങിച്ചേർന്ന് ഉരുത്തിരിഞ്ഞ അനാദൃശ്യമായ ഒരു ശൈലിയിലായിരുന്നു. ദേവാലയങ്ങളിൽ പേർഷ്യൻ കുരിശുകളും അതിൽ ലംബമായി മനിക്കേയൻ പാഷണ്ഡതയുടെ സ്വാധീനത്തെ സൂചിപ്പിക്കുന്ന മാടപ്രാവിൻ്റെ രൂപവും ഉണ്ടായിരുന്നുവെന്നാണ് ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്ത് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. പല കാലഘട്ടങ്ങളിൽ വിവിധ കാരണങ്ങളാൽ പേർഷ്യയിൽ നിന്ന് എത്തിച്ചേർന്ന ക്രിസ്ത്യൻ കുടിയേറ്റക്കാരും വിവാഹത്തിലൂടെ നാട്ടുകാരുമായി ബന്ധം സ്ഥാപിച്ച അവരുടെ പരമ്പരകളും ചേർന്നതായിരുന്നു പ്രാചീന കേരളത്തിലെ ക്രിസ്ത്യാനികൾ. അതോടൊപ്പം ചാതുർവർണ്ണ്യത്തിൻ്റെ പിടിയിലമർന്ന മധ്യകാലഘട്ടത്തിൽ അതിൻ്റെ ആഘാതം നേരിടേണ്ടി വന്ന ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും അനുയായികൾ ക്രൈസ്തവ സമൂഹത്തോട് ചേരുകയുണ്ടായി. ചുരുക്കത്തിൽ അക്കാലത്തെ കേരളത്തിലെ ക്രൈസ്തവ മതം സാംസ്കാരികമായി ഹൈന്ദവമായിരുന്നു. അക്കാലത്തെ മാമോദീസ തൊട്ടികൾ, ദേവാലയ നിർമ്മിതികളിൽ ഹൈന്ദവ രീതിയിലെ മുഖപണ്ഡവും ഗർഭഗൃഹവും, മദ്ബഹ, ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ നാട്ടുന്ന ബലിക്കല്ലിനെ അനുസ്മരിപ്പിക്കുന്ന കരിങ്കൽ കുരിശുകൾ എന്നിവയെല്ലാം ഈ സ്വാധീനങ്ങൾ കാണാം. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. സൗഹൃദ സങ്കീർത്തനം പാടുന്ന അൾത്താരകൾ. മധ്യകാല ക്രൈസ്തവ മതം സാംസ്കാരികമായി മിക്കവാറും ഡാഷ് ആയിരുന്നു എന്ന് പറയാവുന്നതാണ്. ഉത്തരം ഹൈന്ദവം. മധ്യകാലഘട്ടത്തിൽ വൈശ്യക്രിസ്ത്യാനികളെ സാമൂഹ്യ പദവികളും ഭൂദാനങ്ങളും നൽകി സാമന്തരാക്കിയത് ഏതു രാജാക്കന്മാരാണ്? ഉത്തരം മഹോദയപുരത്തെ ചേര രാജാക്കന്മാർ. മധ്യകാലഘട്ടത്തിൽ തീണ്ടൽ, തൊടിയിൽ, പുലകുളി, താലികെട്ട് എന്നിങ്ങനെ നിരവധി ഹൈന്ദവ ആചാരങ്ങൾ ഡാഷ് അനുഷ്ഠിച്ചിരുന്നു. ഉത്തരം ക്രൈസ്തവർ. കോട്ടയം വലിയ പള്ളി, കടമറ്റം യാക്കോബായ പള്ളി, മുട്ടുചിറപ്പള്ളി, ആലങ്ങാട്ടുപള്ളി എന്നിവിടങ്ങളിൽ കാണുന്ന കുരിശുകളുടെ പ്രത്യേകത എന്ത്? ഉത്തരം പേർഷ്യൻ കുരിശുകൾ. പേർഷ്യൻ കുരിശുകളിൽ ചിലതിൽ കുരിശിന് ലംബമായി ഡാഷിന്റെ രൂപം കാണാം. ഉത്തരം മാടപ്രാവ്. പേർഷ്യൻ കുരിശുകളിൽ ഏത് പാഷണ്ഡതയുടെ സ്വാധീനമാണ് കാണപ്പെടുന്നത്? ഉത്തരം മനിക്കേയൻ. പോർച്ചുഗീസ് കാലഘട്ടത്തിന് മുൻപുള്ളതായി അവശേഷിക്കുന്ന മറ്റ് ദേവാലയ സ്മാരകങ്ങൾ ഹൈന്ദവ ശൈലിയിൽ കരിങ്കല്ലിൽ മെനഞ്ഞെടുത്ത ഡാഷ് ആണ്. ഉത്തരം മാമോദീസ തൊട്ടികൾ. പേർഷ്യൻ രീതിയും ഹൈന്ദവ രീതിയും ഇണങ്ങിച്ചേർന്ന് ഉരുത്തിരിഞ്ഞ അനാദൃശ്യമായ ഒരു ശൈലിയാണത്. എന്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മധ്യകാല കേരളത്തിലെ ദേവാലയങ്ങളെക്കുറിച്ച്. പാലാ കത്തീഡ്രൽ ദേവാലയത്തിന് പുറത്ത് കാണുന്ന കോട്ടുപുര ഹൈന്ദവ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചുള്ള എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം കൂത്തമ്പലത്തെ. ദേവാലയങ്ങൾക്ക് മുന്നിൽ കാണുന്ന കരിങ്കൽ കുരിശുകൾ എന്തിനെയാണ് അനുസ്മരിപ്പിക്കുന്നത്? ഉത്തരം ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ബലിക്കല്ല് അഥവാ ദീപസ്തംഭം നാട്ടുന്ന പതിവ്. 15-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെത്തിയ വാസ്കോഡിഗാമ ഒരു കാളി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ക്രൈസ്തവ ദേവാലയമെന്ന് കരുതി ആരാധന നടത്തിയതായി വിവരിക്കുന്ന ഗ്രന്ഥം ഏത്? ആരുടേത്? ഉത്തരം കേരള പഴമ, ഡോക്ടർ ഗുണ്ടർട്ട്. ക്ഷേത്രങ്ങളിൽ നെയ്യ് തൊട്ട് ശുദ്ധി വരുത്തുന്നത് പോലും ഡാഷിയുടെ അവകാശമായി ഒരു കാലത്ത് കണക്കാക്കിയിരുന്നു. ഉത്തരം ക്രിസ്ത്യാനി. ക്രിസ്ത്യൻ പള്ളികളിൽ പെരുന്നാൾ ദിവസങ്ങളിൽ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഊരുചുറ്റി പ്രദക്ഷിണവും തോരണം കെട്ടലും മുത്തുക്കുടകളുടെ അകമ്പടിയുമെല്ലാം സ്വാധീനത്തിൻ്റെ മുഖക്കണ്ണാടികളാണ്. ഏത് സ്വാധീനത്തിൻ്റെ? ഉത്തരം ബൗദ്ധ. പള്ളി എന്ന പേര്
ആരുടെ അനുയായികൾ നൽകിയ സംഭാവനയായി കണക്കാക്കണം? ഉത്തരം ബുദ്ധമതം. ആരുടെ ശ്രമഫലമായാണ് പാശ്ചാത്യ ശൈലിയിലുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ കേരളക്കരയിൽ അങ്ങിങ്ങ് ഉയർന്നു വന്നത്? ഉത്തരം അലക്സിസ് മെനസിസ് മെത്രാപ്പോലീത്ത. ഫോർട്ട് കൊച്ചിയിലെ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെന്റ് ഫ്രാൻസിസ് ദേവാലയമാണ് പുതിയ പാരമ്പര്യത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി. ഉത്തരം ലന്തപ്പള്ളി. കേരളത്തിലെ ക്രിസ്തീയ ഛായാചിത്രങ്ങൾ ഏത് ശൈലിയുടെ വികൃതമായ അനുകരണങ്ങളാണ്? ഉത്തരം ഇറ്റാലിയൻ. ഏതു പള്ളിയിലാണ് ബരോക്ക് നിർമ്മാണ ശൈലിയുടെ എടുത്തു പറയാവുന്ന ഒരു അനുകരണമുണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഉത്തരം മുളന്തുരുത്തിയിലെ സെന്റ് തോമസ് ദേവാലയം. അൾത്താരയ്ക്ക് ചുവട്ടിലെ പാനലിൽ ചെത്തിയെടുത്ത ദാരുശില്പങ്ങൾ എന്തിൻ്റെ മികവുറ്റ ഉദാഹരണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം കേരളത്തിലെ ക്രിസ്തീയ കലയുടെ. തങ്ങളുടെ സവർണ പാരമ്പര്യത്തിന് അനുസൃതമായി ഇപ്പോഴും കേരളത്തിലെ ചില ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഉപയോഗിച്ചു പോരുന്നതെന്ന് ലേഖകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം നിലവിളക്ക്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാട്ട് മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.